നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള തരത്തിൽ ഉദ്യോഗജനകമായ ഒരു സംഭവ വികാസത്തിനാണ് ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുവെന്ന അവരുടെ അവകാശവാദമാണ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത പ്രതിനിധികൾ പുതിയ രാജ്യം നിലവിൽ വന്നതായി പ്രഖ്യാപിക്കുകയും പുതിയ പതാക സ്ഥാപിക്കുകയും തങ്ങളുടെ സായുധ സേന ബലൂചിസ്ഥാന്റെ 85% പ്രദേശവും നിയന്ത്രിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പാകിസ്ഥാനുമായി ഇടഞ്ഞു നീങ്ങുകയും നിരവധി തവണ സായുധ കലാപങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള പ്രവിശ്യയാണ് ബലൂചിസ്ഥാനെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഒരു പുതിയ രാജ്യം ജനിച്ചതിൻ്റെ സൂചന ആണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എങ്കിലും അവകാശവാദം വസ്തുതാപരമാണ് എങ്കിൽ പാകിസ്ഥാൻ ശരിക്കും മറ്റൊരു വിഭജനത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇന്ത്യയും ഈ വിഷയത്തിൽ കടുത്ത ജാഗ്രതയാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം അടുത്ത കാലത്തൊന്നും ഉണ്ടായതല്ല, മറിച്ച് 1947 പാകിസ്ഥാൻ രൂപം കൊണ്ട കാലം മുതൽ തന്നെ ഈ തർക്കത്തിൻ്റെ വേരുകൾ അനാദൃശ്യമായി കൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കുന്നത് 1947-48 കാലഘട്ടങ്ങളിൽ നടന്ന കലാത്ത് രാജ്യത്തിൻ്റെ ലയനമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ബലൂചിസ്ഥാനിലെ പ്രധാന രാജ്യമായ കലാത്ത് സ്വതന്ത്ര രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ 1948 പാകിസ്ഥാൻ സൈനികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദത്തിലൂടെ കലാത്തിനെ പാകിസ്ഥാനിൽ ലയിപ്പിക്കുകയായിരുന്നുവെന്നാണ് പല ബലൂജ് ദേശീയവാദികളും ആരോപിക്കുന്നത്. ഈ നിർബന്ധിത ലയത്തോടെയാണ് ബലൂചിസ്ഥാനികൾക്ക് പാക് നേതൃത്വത്തോട് കടുത്ത ധാർമ്മിക രോഷമുണ്ടായത്. ബലൂജ് ജനതയ്ക്ക് സ്വന്തം ഭാഷയും സംസ്കാരവും ഗോത്രപരമായ പ്രത്യേകതകളുമുണ്ട്. എന്നിട്ടും പാക് കേന്ദ്ര സർക്കാർ മതിയായ സ്വയംഭരണം നൽകുന്നില്ല എന്ന പരാതി അവർ ഒരു വ്യാഴവട്ടകാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബലൂചിസ്ഥാൻ പ്രകൃതിവാതകം, ചെമ്പ്, സ്വർണം എന്നിവയാൽ സമ്പന്നമാണ്. എന്നാൽ ഈ വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം പ്രവിശ്യയ്ക്ക് വേണ്ടത്ര ലഭിക്കുന്നില്ല എന്നും വികസനം പിന്നോക്കമാണ് എന്നും നിരവധി ബലൂജ് സംഘടനകളാണ് ആരോപിക്കുന്നത്. ബലൂജ് വിമത സംഘങ്ങൾ വർഷങ്ങളായി പാകിസ്ഥാനെതിരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മറുപടിയായി പാകിസ്ഥാൻ സൈന്യം ശക്തമായ നടപടികൾ സ്വീകരിച്ചു. ബലൂചിസ്ഥാനിലെ ഗ്ലാഡർ പോർട്ട് ചൈനയുടെ വലിയ നിക്ഷേപ പദ്ധതികളിലെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ചില ബലൂജ് വിമത സംഘങ്ങൾ ഈ പദ്ധതികൾ പ്രാദേശിക ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതല്ല എന്ന് ആരോപിച്ചും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. 1948, 1958, 1959, 1962, 1963, 1973, 1977, 2004 തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്നുവരെ വിവിധ ഘട്ടങ്ങളിലായി ബലൂജ് കലാപങ്ങളും സൈനിക നടപടികളും നടന്നിട്ടുണ്ട്. ചില ബലൂജ് സംഘടനകൾ കൂടുതൽ സ്വയംഭരണം അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ ചില വിമത സംഘങ്ങൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാർ ബലൂചിസ്ഥാൻ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നും സായുധ വിമത പ്രവർത്തനങ്ങളെ ഭീകരവാദമായി കണക്കാക്കുന്നു എന്നുമുള്ള നിലപാടാണ് ഇതുവരെ കൈക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ പ്രശ്നത്തിന്റെ വേരുകൾ 1948 ലയനം, സ്വയംഭരണ അവകാശം, പ്രകൃതി വിഭവങ്ങളുടെ നിയന്ത്രണം, വികസന അസമത്വം, സുരക്ഷാ നടപടികൾ, ദേശീയത, രാഷ്ട്രീയം എന്നിവയുടെ സംയോജിത രൂപമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രശ്നം 7 പതിറ്റാണ്ടിലേറെയായി തുടരുന്ന അതിസങ്കീർണമായ രാഷ്ട്രീയ സുരക്ഷാ സംഘർഷം കൂടിയാണ്. ഏതായാലും എല്ലാറ്റിൻ്റെയും ഒടുവിൽ കഴിഞ്ഞ ജൂലൈ 15 ബലൂജ് സ്വാതന്ത്ര്യ അനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ബലൂചിസ്ഥാൻ ഇനി പാകിസ്ഥാന്റെ ഭാഗമല്ല എന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ പുതിയ ദേശീയ പതാകയും ദേശീയ ഗാനവും കറൻസിയും ഭരണ സംവിധാനവും പ്രഖ്യാപിച്ചതായി അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ ബലൂചിസ്ഥാന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നും ലോകരാജ്യങ്ങൾ ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അവരിപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇന്ത്യയോടും പ്രത്യേക അഭ്യർത്ഥന ഉന്നയിച്ച അവർ ബലൂജുകളെ പാകിസ്ഥാന്റെ ജനത എന്ന് വിശേഷിപ്പിക്കരുത് എന്നും അവർ പറയുകയുണ്ടായി. എന്നാൽ ഒരു രാജ്യത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ഉണ്ടാകണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ രംഗത്ത് വന്ന് ഞങ്ങൾ പുതിയ രാജ്യമാണ്, എല്ലാവരും അംഗീകരിക്കണം എന്നൊന്നും പറഞ്ഞാൽ സാർവലൗകികമായ അംഗീകാരമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ ശരിക്കും സ്വതന്ത്ര രാഷ്ട്രം ആയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ഒരു പുതിയ രാജ്യം യാഥാർത്ഥ്യമായാൽ രൂപം കൊള്ളാൻ സാധാരണയായി ആവശ്യമായ പ്രധാന ഘടകങ്ങൾ വ്യക്തമായ ഭൂപ്രദേശം, സ്ഥിരമായ ജനസംഖ്യ, ഫലപ്രദമായ ഭരണകൂടം, എല്ലാറ്റിനും ഉപരിയായി മറ്റു രാജ്യങ്ങളുടെ അംഗീകാരം എന്നിവയാണ്. ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് അവർ ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നറിയാനാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് മുൻ ഇന്ത്യൻ സൈനികനായിരുന്ന സഞ്ജയ് എസ് ഷെക്കേനയോട് പറഞ്ഞത് ഇങ്ങനെയാണ്. നമ്മൾ ഒരു 85% ആ സ്ഥലത്തെ ബലൂചിസ്ഥാന്റെ കൺട്രോൾ
ആ ചൈനയിൽ നിന്ന് അവർ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രമാത്രമാണ് നമുക്കറിയാം. കാരണം 15% സ്ഥലം മാത്രമാണ് പിന്നീടുള്ളത്. അത് പാകിസ്ഥാൻ ആർമിയുടെ കയ്യിലുള്ളത്. 15% കൺട്രോൾ ഉള്ളതെന്ന് പറയുന്നു. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമ്മൾ ഭാരതത്തിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കാണുന്നത് തികച്ചും മറ്റൊരു രാഷ്ട്രത്തിന്റെ കാര്യം എന്നുള്ള രീതി തന്നെയാണ്. കാരണം നമ്മൾ അറിയാം, പണ്ട് മുതലേ ഭാരതത്തിന്റെ നിലപാടുകൾ എപ്പോഴും അതിർത്തി രാജ്യങ്ങളെ ഓരോരുത്തരെയും അവരുടെ രാജ്യത്തിനുള്ള സർവാധികാരത്തിലേക്ക് ഒരിക്കലും കടന്നു കയറിയിട്ടില്ലാത്ത ഒരു രാഷ്ട്രമാണ് ഭാരതം. അപ്പോ ഇവിടെയും അത് തന്നെയാണ്. ഭാരതത്തിനെ നോക്കിക്കാണുന്നത് നമുക്കുള്ള ആശങ്കകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ അന്നും ഇന്നും ചൂണ്ടിക്കാണിച്ചിരുന്നത് മനുഷ്യാവകാശ ലംഘനവും അവിടുത്തെ എക്സ്പ്ലോയിറ്റേഷനുമാണ്. അത് ഭാരതം ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അല്ലാതെ അവിടെ നടക്കുന്ന ഒരു വിഭജനത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്ര പ്രഖ്യാപനത്തോടോ അല്ലെങ്കിൽ ആന്റി പാകിസ്ഥാനുള്ള നടക്കുന്ന കാര്യങ്ങളൊന്നും ഭാരതത്തിന്റെ സേനകളോ ഭാരതത്തിന്റെ ഏജൻസികളോ ഒരു തരത്തിലും പങ്കെടുക്കുന്നില്ല, പങ്കാളികളാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ ആശങ്കകളുണ്ട്, തീർച്ചയായിട്ടും ആശങ്കകളുണ്ട്. നമുക്കറിയാം 71 തന്നെ ഇതേതുപോലെ ഏതാണ്ട് സാഹചര്യത്തിൽ തങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് പാകിസ്ഥാനിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. നമുക്ക് തീർച്ചയായും അടുത്തൊരു രാജ്യമാകുമ്പോഴത്തേക്ക് നമുക്കതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ആ പാകിസ്ഥാനിലേക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് ആ സ്ഥലമെല്ലാം നമ്മൾ വിട്ടുകൊടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അവരുടേതൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും അതിൽ നമ്മളുടേതായിട്ടുള്ള യാതൊരു റോളും ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ ആശങ്കാകുലരാണ്. കാരണം ഇപ്പൊ അവരോട് ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ, അത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസ്, ചൈനയുടെ ഇൻവോൾവ്മെന്റ്, ചൈനയും പാകിസ്ഥാനുമുള്ള എക്കണോമിക് പരിപാടി, വലിയ വലിയ ഡോളേഴ്സിന്റെ പരിപാടികൾ, ഇതെല്ലാം നമുക്ക് ആശങ്ക ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ തൊട്ടുള്ള സ്ഥലത്താണ്, നമ്മുടെ നേവൽ സെക്യൂരിറ്റിക്ക് പ്രശ്നമുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും പറയാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ തീർച്ചയായിട്ടും ഭാരതം ഇന്നും അതിനെ നോക്കിക്കാണുന്നത്, ഒരു സൈനികൻ എന്ന നിലയിൽ ഞാൻ അതിനെ നോക്കിക്കാണുന്നത് തികച്ചും മറ്റൊരു രാഷ്ട്രത്തിന്റെ ആഭ്യന്തര വിഷയം എന്ന രീതിയിൽ തന്നെയാണ്. പാകിസ്ഥാന്റെ മൊത്തം ഭൂപ്രദേശത്തിന്റെ ഏകദേശം 44% ബലൂചിസ്ഥാനിലാണ്. എന്നാൽ ജനസംഖ്യ വെറും 6% മാത്രമാണ്. എന്നാൽ ഈ പ്രദേശം അതിസമ്പന്നമാണ്. ഇവിടെ സ്വർണം, ചെമ്പ്, പ്രകൃതിവാതകം, കൽക്കരി, അപൂർവ ധാതുക്കൾ തുടങ്ങി വലിയ പ്രകൃതി വിഭവങ്ങളുണ്ട്. അതിലുപരി അറബിക്കടലിലുള്ള ഗാദ്വാർ തുറമുഖം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയുടെ ഹൃദയഭാഗം കൂടിയാണ്. അതിനാൽ ബലൂചിസ്ഥാൻ നഷ്ടപ്പെടുന്നത് പാകിസ്ഥാന് സാമ്പത്തികമായും സൈനികമായും വലിയ തിരിച്ചടിയായിരിക്കും. ബലൂചുകളുടെ വിഭവങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു, എന്നാൽ അതിന് തുല്യമായ ഒരു വികസനം അവർക്ക് ലഭിക്കുന്നില്ല എന്നത് ബലൂചുകൾ കാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയ അവഗണനയും മനുഷ്യാവകാശ ലംഘനങ്ങളും നിർബന്ധിത നിരോധനങ്ങളും സൈനിക നടപടികളുമെല്ലാം അവർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളാണ്. 1948 ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ ലയിച്ചതിന് ശേഷം പല ഘട്ടങ്ങളിലായി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നടന്നിരിക്കുന്ന പ്രഖ്യാപനം ആ ദീർഘകാല പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമായാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ സൈന്യം ഇപ്പോഴും ശക്തമാണെന്നതും രാജ്യത്തിന്റെ ഭരണ സംവിധാനവും സുരക്ഷാ സംവിധാനവും ഇസ്ലാമാബാദിന്റെ നിയന്ത്രണത്തിലാണ് എന്നതും ബലൂചിസ്ഥാൻ മുഴുവൻ പ്രദേശവും കലാപകാരികളുടെ നിയന്ത്രണത്തിലാണ് എന്ന അവകാശവാദം സ്വതന്ത്രമായി സ്വീകരിക്കപ്പെടാത്തതും പാകിസ്ഥാന് ശക്തമായ പിടിവള്ളി തന്നെയാണ്. എന്നിരുന്നാലും പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധി മുൻകാലങ്ങളെക്കാൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യ ജാഗ്രത പാലിക്കുന്നത് ബലൂചിസ്ഥാൻ ഇന്ത്യയോട് അംഗീകാരം ആവശ്യപ്പെട്ടിട്ടുള്ളതിനാൽ തന്നെയാണ്. ഇന്ത്യക്ക് ബലൂച് വിഷയം ഒരു വലിയ നയതന്ത്ര വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ ബലൂചിസ്ഥാനെ അംഗീകരിച്ചാൽ പാകിസ്ഥാൻ ഉടൻ തന്നെ കാശ്മീർ വിഷയം ഉയർത്തുകയും ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന ആരോപണം ശക്തമാക്കുകയും ചെയ്തേക്കാം. അതോടൊപ്പം ചൈനയും ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം. കാരണം ചൈനയുടെ ചൈന പാക് എക്കണോമിക് കോറിഡോർ പദ്ധതിയുടെ പ്രധാന കേന്ദ്രം ബലൂചിസ്ഥാൻ ആണ്. ഇറാനും ബലൂച് വിഘടനവാദത്തെ എതിർക്കുന്ന രാജ്യമാണ്. ഇതൊക്കെ കൊണ്ട് ഇന്ത്യ വളരെ സൂക്ഷ്മമായ നിലപാടാണ് സ്വീകരിക്കാൻ സാധ്യത എന്നാണ് വിലയിരുത്തൽ. ഏതായാലും ഇറാനെ തീർക്കാനിറങ്ങിയ അമേരിക്കയെ ഒരു ഘട്ടത്തിൽ പിന്തിരിപ്പിച്ചത് തങ്ങളാണ് എന്ന് വീമ്പിളക്കി അമ്പട ഞാനേ ഭാവത്തിൽ നടന്ന പാകിസ്ഥാന് ബലൂചിസ്ഥാൻ കനത്ത തിരിച്ചടിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്ക ഇറാൻ വിഷയം എന്തോ തീർക്കാൻ പോകുന്നു, അതിൽ വലിയൊരു പങ്ക് വഹിച്ചു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പി ആറിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാം. അവരുടെ പാകിസ്ഥാന്റെ ഒരു ഗവൺമെന്റിന്റെ പി ആർ ആയിരിക്കും അത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം പാകിസ്ഥാന് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ വിഷയങ്ങളിൽ സ്വാധീനമില്ലാത്ത രാജ്യമാണ്. പലരുടെയും ഒരു ആശീർവാദം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ, പല രാജ്യങ്ങളുടെയും. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന് മറ്റുള്ള പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളുടെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് അതിലൊരു മീഡിയേറ്റർ ആവാനുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ആരും കണ്ടിട്ടില്ല. പാകിസ്ഥാന് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്.
പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ ഒരു നെഗറ്റീവ് അവർക്ക് സൃഷ്ടിക്കാൻ അവർ ആ സമയത്ത് ശ്രമിച്ചു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഇന്റേണൽ വിഷയങ്ങൾ മെയിൻലി ഈ പറഞ്ഞ പോലെ മുസഫറാബാദിലെയും റാവൽകോട്ടിലെയും POKയുടെ പിന്നെ ബലൂചിസ്ഥാനിലെ ഇഷ്യൂസ്. അപ്പൊ ഇത്രയും വലിയ ഇന്റേണൽ ഇഷ്യൂസ് ഉള്ള രാജ്യം മറ്റുള്ള ഇന്റർനാഷണൽ അഫയേഴ്സിലൊക്കെ ഇടപെട്ട് അതിലെന്തോ ഭയങ്കര ഒരു പീസ് കീപ്പർ ആവേണ്ട ആവശ്യം അവർക്കുണ്ടായിരുന്നു എന്നിപ്പോഴാണ് ശരിക്കും നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. കാരണം ഇത്ര വലിയ വലിയ പ്രശ്നങ്ങൾ ഈ രാജ്യത്തിന്റെ അകത്ത് തന്നെ ഉള്ളപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു സമയം പോലും ഉണ്ടോ ശരിക്കും? കാരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവിടെ മുസഫറാബാദിലെയും റാവൽകോട്ടിലെ ഇഷ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ എല്ലാ കാലത്തും ഒരു വെപ്പണൈസ് ചെയ്തൊരു കാര്യമായിരുന്നു കാശ്മീർ. അതായത് ഇന്ത്യക്കെതിരെ, അതായത് കാശ്മീർ എന്ന് പറയുന്നത് എന്താ പറയാ ഒരു എക്സ്പ്ലോയിറ്റഡ് റീജിയൻ ആണ്. കാശ്മീരിന്റെ യഥാർത്ഥ ഒരു രക്ഷകരായിട്ടായിരുന്നു പാകിസ്ഥാൻ അവരെ തന്നെ പ്രതിഷ്ഠിച്ചത്. പക്ഷെ ഇപ്പം POKയിൽ നടക്കുന്ന ഇഷ്യൂസ് ആണ് ലോകത്തിന്റെ മുന്നിൽ ശരിക്കും ഇന്ത്യ ചൂണ്ടിക്കാണിക്കേണ്ടത്. കാരണം പാകിസ്ഥാൻ അവിടെ ഏത് രീതിയിലാണ് ആ സിറ്റിസൺസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തത് എന്ന് ലോകം അറിയേണ്ട ഒരു സമയം കൂടിയാണ്. ബലൂചിസ്ഥാൻ പ്രശ്നം പാകിസ്ഥാനും ബലൂജുകൾക്കും ഇടയിലുള്ള ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, ചൈനയുടെ തന്ത്രപരമായ താല്പര്യങ്ങളെയും അത് നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം കൂടുതൽ ശക്തമായ സൈനിക നടപടി സ്വീകരിച്ചാൽ ബലൂജ് പ്രസ്ഥാനങ്ങൾ കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ നേടാൻ ശ്രമിക്കുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാത്തിരുന്ന് കാണാം എന്ന നിലപാട് സ്വീകരിക്കാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഈ പ്രഖ്യാപനം പാകിസ്ഥാനിലെ ആഭ്യന്തര അസ്ഥിരതയെയും ബലൂജ് പ്രശ്നത്തിന്റെ ഗൗരവത്തെയും ചൈനയുടെ തന്ത്രപരമായ താല്പര്യങ്ങളെയും ഇന്ത്യ നേരിടുന്ന നയതന്ത്ര വെല്ലുവിളികളെയും വീണ്ടും ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേക്കുറിച്ച് അന്താരാഷ്ട്ര നിരീക്ഷകനായ ഡോക്ടർ അഭിലാഷ് ജി രമേശ് പറഞ്ഞത് ഇങ്ങനെയാണ്. കേവലം പാകിസ്ഥാന്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇന്ത്യയെ കൂടി അല്ലെങ്കിൽ ഭാരതത്തെ കൂടി ബാധിക്കുന്ന രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ആയിരിക്കും ഒരുപക്ഷെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ചു പോവുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം വീണ്ടും ഒരു സെമി ഗ്രേറ്റ് ഗെയിം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വീണ്ടും പവർ റൈവലറീസ് ഉണ്ടാവുകയും അവിടെ ഇന്ത്യയും ചൈനയും തമ്മിലേക്കുള്ള കണ്ടസ്റ്റേഷൻസ് നേരിട്ടും അല്ലാതെയും ഒക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമുക്ക് ആശ്വാസം എന്ന് പറയാനുള്ള ഒരു കാര്യം, ഗദർ പോർട്ട് ചൈന ഉദ്ദേശിച്ച രീതിയിലുള്ള വലിയൊരു വളർച്ചയോ അല്ലെങ്കിൽ വലിയൊരു കുതിപ്പോ ഒന്നും നടത്തിയിട്ടില്ല. അതിന്റെ സെക്കൻഡ് ഫേസ് ഡെവലപ്മെന്റ് ഒക്കെ തന്നെ വളരെയധികം വീക്കായിരുന്നു. സോ അപ്പൊ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ അവർ ഫെയിൽഡ് ആയിരിക്കുകയാണ്. പിന്നെ പാകിസ്ഥാനെ പോലെ വളരെ അൺറിലയബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ വെച്ചുകൊണ്ട് ഒരു എക്കണോമിക് കോറിഡോർ ഒക്കെ നിർമ്മിക്കുന്നതിലെ യുക്തിയില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതാണ്. സോ അപ്പം അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ശരിക്കും ഇന്ത്യ നമ്മളിപ്പം കാശ്മീരിലെ ജനത എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഭാഗത്ത് തിളങ്ങി നിൽക്കുന്ന ഭാരതം, തിളങ്ങി മുന്നോട്ട് കുതിക്കുന്ന കാശ്മീർ, മറുഭാഗത്ത് ദാരിദ്ര്യവും പട്ടിണിയും യുദ്ധവും അല്ലെങ്കിൽ കലാപവുമായിട്ട് നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ആ ഭാഗത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യമാകുക അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, നമ്മുടേതായിട്ടുള്ള ആ പ്രവിശ്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യ വാഞ്ചയൊക്കെ ഉണ്ടാകുന്നു. അപ്പം ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യ അനുഭവിച്ച കാര്യങ്ങൾക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പ്രസക്തി അതൊട്ടുമില്ല എങ്കിൽ പോലും അത് പരിപൂർണമായിട്ട് ഇല്ലാതാവുകയും ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന യാഥാർത്ഥ്യം എല്ലാ രീതിയിലും ഉയർന്നു വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ നേരിട്ടുള്ളതല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നമ്മൾ കൂടെയാണ് എന്നൊരു സന്ദേശം തന്നെയായിരിക്കും നൽകുക. കാരണം നമ്മുടെ ആകാശവാണിയിലൊക്കെ തന്നെ ഇന്ത്യയുടെ ബലൂചിസ്ഥാന്റെ റിപ്പബ്ലിക് സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ വലിയ തോതിൽ കവർ ചെയ്യപ്പെട്ടു. അതൊക്കെ നൽകുന്ന സന്ദേശങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെയുള്ള ഒരു അംഗീകാരത്തിന്റെ സന്ദേശമാണ്. കാര്യങ്ങൾ എന്തൊക്കെയായാലും അടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളും ബലൂജ് പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ശക്തിയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണവുമാണ് ഈ പ്രതിസന്ധിയുടെ ഭാവി നിർണ്ണയിക്കുക. അതുവരെ ബലൂചിസ്ഥാൻ സ്വതന്ത്ര പ്രഖ്യാപനം ചരിത്രപരമായ ഒരു അവകാശമായി തന്നെ തുടരും. ലോകം ജാഗ്രതയോടെ ശ്രദ്ധിക്കുക. ഈ പ്രതിസന്ധികൾക്കിടയിൽ പാക് അധിനിവേശ കാശ്മീരിൽ പ്രക്ഷോഭം നടക്കുകയാണ്. പ്രതിഷേധക്കാർക്കെതിരെ പാക് സുരക്ഷാ സേനയുടെ വെടിവെപ്പും മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഭരണകൂടത്തിനെതിരെ രൂക്ഷമായ ജനരോഷമുള്ളതിനാൽ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് അവിടെ. പാക് അധിനിവേശ കാശ്മീരിലെ പ്രക്ഷോഭങ്ങളും ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന്റെ സൂചനകളും ചേർത്ത് നോക്കുമ്പോൾ പാകിസ്ഥാൻ സ്വന്തം നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ തന്നെ പിടിവിടുകയാണ് എന്നും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ പാകിസ്ഥാനെ തന്നെ തിരിച്ചടിച്ച ഒരു ബൂമറാങ്ങായി മാറിയേക്കാമെന്നും ഉറപ്പായിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിയുന്തോറും പാക് അധിനിവേശ കാശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തമാവുകയാണ്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് നിരവധി പ്രതിഷേധങ്ങൾ നടന്നത്. തുടക്കത്തിൽ പ്രതിഷേധത്തിന്റെ കേന്ദ്ര വിഷയങ്ങൾ വൈദ്യുതി നിരക്ക്, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, നികുതി ഭാരം എന്നിവയായിരുന്നു. എന്നാൽ പ്രതിഷേധം നീണ്ടുപോകുന്നതിനിടെ അത് സാമ്പത്തിക ആവശ്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയുണ്ടായി. ഇസ്ലാമാബാദ് ഈ പ്രദേശത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണ് എന്നും പ്രാദേശിക ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുകയാണ് എന്നും പ്രതിഷേധക്കാർ ആരോപിച്ചിരിക്കുകയാണ്.
സമീപകാലത്ത് മുജഫറാബാദിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പാകിസ്ഥാൻ സുരക്ഷാ സേന തടഞ്ഞു. വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. ചില പ്രദേശങ്ങളിൽ ആശയവിനിമയ നിയന്ത്രണങ്ങളും ഇന്റർനെറ്റ് തടസ്സങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2025 ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കുത്തനെ ഉയർത്തിയത്. ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വിവിധ നയതന്ത്ര സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ആ ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ ആ ആക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായി. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇവിടെയാണ് പാകിസ്ഥാന് ചില തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പുറത്തുള്ള സംഘർഷങ്ങളിൽ പാക് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് രാജ്യത്തിനകത്ത് തന്നെ ബലൂചിസ്ഥാനും പാക് അധീന കാശ്മീരും ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും പ്രതിഷേധങ്ങളും സുരക്ഷാ വെല്ലുവിളികളും ശക്തമായി എന്നുള്ളത് തന്നെയാണ്. പഹൽഗാം ആക്രമണത്തിനൊപ്പം ബലൂചിസ്ഥാനിലെ കലാപത്തിനും പാക് അധീന കാശ്മീരിലെ പ്രതിഷേധങ്ങൾക്കും വർഷങ്ങളായുള്ള സാമ്പത്തിക, രാഷ്ട്രീയ, സുരക്ഷാ, പ്രാദേശിക അസംതൃപ്തികൾ ഉൾപ്പെടെയുള്ള സങ്കീർണമായ കാരണങ്ങളുണ്ട്. ഒരു വശത്ത് ബലൂചിസ്ഥാനിലെ സായുധ കലാപം, മറ്റൊരു വശത്ത് ഖൈബർ പസ്തൂൺഖ്വയിലെ സുരക്ഷാ വെല്ലുവിളികൾ, അതുകൂടാതെ പാക് അധീന കാശ്മീരിലെ ജനകീയ പ്രതിഷേധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയും ഇതിനോടൊപ്പം ചേരുമ്പോൾ ഇസ്ലാമാബാദിന് ആഭ്യന്തര സമ്മർദ്ദം വർദ്ധിക്കുന്നതായി കാണാം. എന്നിരുന്നാലും പാകിസ്ഥാൻ വിഭജനത്തിന്റെ വക്കിലെത്തി, അല്ലെങ്കിൽ പാക് അധീന കാശ്മീരിൽ പൂർണ്ണമായും കൈവിട്ടു എന്ന നിഗമനത്തിൽ എത്താൻ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ മതിയാകുന്നതല്ല. പാക് അധിനിവേശ കാശ്മീരിൽ അസാധാരണമായ ജനരോഷം ഉയരുന്നുണ്ട്. അത് സാമ്പത്തിക പ്രതിഷേധത്തിൽ നിന്ന് ഭരണവിരുദ്ധ രാഷ്ട്രീയ പ്രതിഷേധത്തിലേക്ക് മാറുന്നതിന്റെ സൂചനകളും കാണാം. ബലൂചിസ്ഥാനും പാക് അധീന കാശ്മീരും ചേർന്ന് പാകിസ്ഥാനെ ബഹുമുഖ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു എന്ന വിലയിരുത്തലുകൾ ശക്തമാകുന്നുണ്ട്. എങ്കിലും വരുന്ന മാസങ്ങളിലെ സംഭവ വികാസങ്ങളാകും ഈ പ്രതിഷേധങ്ങൾ താൽക്കാലികമാണോ അതോ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നതാണോ എന്ന് നിർണ്ണയിക്കാൻ. കേരളത്തിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സംസ്ഥാന രാഷ്ട്രീയത്തിലും നിയമരംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിലവിലെ കേസിൽ അന്തിമ ഉത്തരവ് ഉണ്ടാകുന്നതുവരെ വഖഫ് ബോർഡ് പുതിയ തീരുമാനങ്ങളോ ഭരണ നടപടികളോ സ്വീകരിക്കരുത് എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം വഖഫ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയെ താൽക്കാലികമായി ഭരണ ചുമതല ഏൽപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഈ ഇടക്കാല നടപടി. ഹർജിയിലെ പ്രധാന വാദം 2025 വഖഫ് നിയമ ഭേദഗതിയിൽ വ്യക്തമായി പറയുന്ന ഒരു നിർണായക വ്യവസ്ഥ കേരളത്തിൽ രൂപീകരിച്ച നിലവിലെ വഖഫ് ബോർഡ് പാലിച്ചില്ല എന്നതാണ്. പുതിയ നിയമപ്രകാരം സംസ്ഥാന വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ നിലവിലുണ്ട്. എന്നാൽ ഈ വർഷം കേരള സർക്കാർ പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിൽ നിയമിക്കപ്പെട്ട 9 അംഗങ്ങളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നും അതിനാൽ ബോർഡിന്റെ രൂപീകരണം നിയമവിരുദ്ധമാണ് എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇടക്കാലത്തേക്ക് ബോർഡിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവിടുകയും ബോർഡിന്റെ ഭരണ ചുമതല സംസ്ഥാന സർക്കാരിലെ ഒരു ജോയിന്റ് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. തുടർന്ന് നിലവിലെ ബോർഡ് നിയമാനുസൃതമല്ല എന്ന് സംസ്ഥാന സർക്കാർ സമ്മതിക്കുകയും കേന്ദ്ര നിയമ ഭേദഗതിക്ക് അനുസൃതമായി ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഈ വിധി മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച LDF സർക്കാരിനെ പ്രതിക്കൂട്ടിൽ ആക്കുകയും VD സതീശൻ നയിക്കുന്ന UDFനെ രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയുമാണ്. ഇതിനിടെ വഖഫ് ബോർഡ് ഹൈക്കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അതിന് തടസ്സ ഹർജിയുമായി ശ്രീ ഷോൺ ജോർജും അതുപോലെ തന്നെ ശ്രീ സ്റ്റാലിൻ ദേവൻ രണ്ടുപേരും മുനമ്പത്തിനു വേണ്ടി വാദിക്കുന്ന ഈ രണ്ടുപേരും തടസ്സ ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയുമാണ്. കേന്ദ്രത്തിന്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിരിക്കുന്ന LDF സർക്കാരിനെ തിരുത്തി ഹൈക്കോടതിയിൽ കേന്ദ്ര നിയമപ്രകാരം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്ന് അറിയിക്കേണ്ട സാഹചര്യം പുതിയ സർക്കാർ നേരിട്ടത് തന്നെയാണ് ഈ വിഷയത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PM ശ്രീ പദ്ധതിയെ തള്ളിപ്പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ ഒപ്പം സമാനമായ നിലപാടെടുത്ത UDFനിപ്പോൾ അധികാരത്തിൽ വന്നതോടെ നിലപാടിൽ മലക്കമറിഞ്ഞ് കേന്ദ്രത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ വഖഫ് വിഷയത്തിലും മുനമ്പം ഭൂമി പ്രശ്നത്തിലും UDFകാർ ഒരേ സമയം മുനമ്പത്തെ ഇരകൾക്കും അവരെ വേട്ടയാടുന്നവർക്കും ഒപ്പം നിൽക്കുന്ന തരം നിലപാടുകളായിരുന്നു കൈക്കൊണ്ടിരുന്നത്. UDF അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് മുനമ്പത്തെ ജനങ്ങളെ വല്ലാതെ ആശിപ്പിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായതോടെ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി LDF സർക്കാരിന്റെ തലയിലേക്ക് കുറ്റം ചാർത്തിക്കൊണ്ട് പറഞ്ഞത് വിഴുങ്ങി 10 മിനിറ്റ് എന്നത് 1 മാസമാക്കി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു.
ഇനിയും എത്ര 10 മിനിറ്റുകളും മാസങ്ങളും കാത്തിരിക്കണം. ഏതായാലും ഇപ്പോൾ വഖഫ് ബില്ലിനെതിരായ പ്രമേയമൊക്കെ എടുത്ത് അറബിക്കടലിൽ എറിയേണ്ടതായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അധികാരത്തിൽ ഇല്ലാത്തതിനാൽ പണ്ടത്തെ നിലപാട് ഉയർത്തിപ്പിടിച്ച് ശക്തമായി വിമർശനം ഉന്നയിക്കുകയും സർക്കാർ ന്യൂനപക്ഷ താല്പര്യങ്ങളെ കൈവിട്ടുവെന്നും BJPക്ക് വഴങ്ങുകയാണ് എന്നുമുള്ള ആരോപണം ഉയർത്തുകയും ചെയ്തുകൊണ്ട് CPM ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. UDFന്റെ ഈ സമീപനം BJPയുമായുള്ള രാഷ്ട്രീയ ധാരണയുടെ ഭാഗമാണോ എന്ന് CPM പരസ്യമായി ചോദ്യം ചെയ്ത് ശക്തമായി വിമർശനം ഉന്നയിച്ചിരിക്കുകയാണിപ്പോൾ. എന്നാൽ അവർ അധികാരത്തിൽ ഇരുന്നിരുന്നുവെങ്കിലും കോടതിക്ക് മുന്നിൽ അവർക്ക് സുല്ലിടേണ്ടി വരുമായിരുന്നു എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. UDF തൽക്കാലം സർക്കാർ ഈ വിഷയത്തിൽ സൂക്ഷ്മമായ രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മുനമ്പം പോലെയുള്ള പ്രദേശങ്ങളിലെ തർക്ക വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് മുന്നോട്ട് വയ്ക്കുന്ന UDF വഖഫ് ബോർഡിൽ അമുസ്ലിം അല്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കണമെന്ന നിലപാടിനും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് മുനമ്പം സമരത്തിൽ മുൻകൈയെടുത്ത പൊതുപ്രവർത്തകൻ ഫാദർ ജോഷി മയ്യാറ്റിൽ ഷെക്കേന ന്യൂസിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഈ വഖഫിനെ ഇടത് സർക്കാർ പുനഃസംഘടിപ്പിച്ചതിലുള്ള നിയമലംഘനം അതാണ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അത് ഈ ആക്ടിന്റെ സെക്ഷനുകൾക്ക് വിരുദ്ധമായിട്ട് ഉള്ള നിയമനങ്ങൾ. ഇനി മറ്റൊരു വിഷയമുള്ളത് ബാർ കൗൺസിൽ മെമ്പറെ നിയമിക്കണം എന്നുണ്ട്. അപ്പോ കേരളത്തിലെ ബാർ കൗൺസിലിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു മെമ്പർ, മുസ്ലിം ആയിട്ടുള്ള മെമ്പർ അതിൽ വരേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളെ നിയമിച്ചിട്ടില്ല. ഇനി മറ്റൊന്ന്, ഈ വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി, അദ്ദേഹത്തിന് ഇതിൽ റോളുള്ളതാണ്. അത് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടത് സർക്കാർ എന്ത് ചെയ്തു? അങ്ങനെ ഒരാളെ വയ്ക്കാതെ പകരം നിയമവകുപ്പിന്റെ ഒരു ജോയിന്റ് സെക്രട്ടറിയെ ഇതിലേക്ക് വെച്ചു. നിയമവകുപ്പല്ല, റവന്യൂ വകുപ്പിലെ വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ഇതിൽ വേണ്ടത്. അപ്പോ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാനായിട്ട് ഹർജിക്കാർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, സർക്കാരും അഫിഡവിറ്റ് കൊടുത്തു. സർക്കാർ അഫിഡവിറ്റ് കൊടുത്തു. അതായത് ഈ സെക്ഷൻ 14 അനുസരിച്ച്, അതായത് പുതുക്കിയ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഒരു പുനഃസംഘടന അതാണ് വേണ്ടത്, അതിനു വേണ്ടതെല്ലാം നിയമപരമായ കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്യും എന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലവും അവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട്. കേസിൽ അന്തിമവിധി ഇതുവരെ വന്നിട്ടില്ല. അതിനാൽ നിലവിലെ ഉത്തരവ് ഒരു ഇടക്കാല ക്രമീകരണം മാത്രമാണ്. ഇതിനിടെ മുൻ സർക്കാർ നിയമവിരുദ്ധമായാണ് വഖഫ് ബോർഡ് രൂപീകരിച്ചത് എന്നും അത് പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ സമർപ്പിച്ച മറ്റൊരു ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. ആ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് കോടതി നേരത്തെ വിശദീകരണം തേടിയിരുന്നു. അതിനാൽ വഖഫ് ബോർഡിന്റെ നിയമസാധുത സംബന്ധിച്ച് ചർച്ച ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഈ കേസിന് പിന്നിലെ പ്രധാന നിയമപ്രശ്നം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയിലെ വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാർ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്നതാണ്. കോടതി അന്തിമമായി നിയമത്തിന്റെ വ്യാഖ്യാനം എങ്ങനെ നൽകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും വഖഫ് ബോർഡിന്റെ ഭാവി തീരുമാനിക്കപ്പെടുക. അതേസമയം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും വ്യത്യസ്തമായ രീതിയിലാണ് വിലയിരുത്തുന്നത്. ഹർജിക്കാരുടെ ഭാഗം ഇത് നിയമത്തിന്റെ വിജയമാണ് എന്ന് അവകാശപ്പെടുമ്പോൾ വിഷയത്തിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കണം എന്നാണ് മറുവിഭാഗത്തിന്റെ നിലപാട്. മുനമ്പം വിഷയത്തിൽ ശക്തമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള റിട്ടയേർഡ് ഗവൺമെന്റ് അണ്ടർ സെക്രട്ടറി സ്റ്റാലിൻ ദേവൻ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. കഴിഞ്ഞ സർക്കാർ പുറത്തു പോകുന്നതിന് മുമ്പായിട്ട് 2 മാസം മുമ്പായിട്ട് 4/2/2026 വഖഫ് ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കാരണം കഴിഞ്ഞ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞു പോയത്. അപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമം വരുന്നതിന് മുമ്പായിട്ട് ഈ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത് കുറെ പേരെ സർക്കാർ നോമിനേറ്റ് ചെയ്യുകയും ബാക്കി കുറെ പേരെ തെരഞ്ഞെടുക്കപ്പെടുകയും ആണ് ഉണ്ടായിരുന്നത്. അതായത് MP-മാരെ തെരഞ്ഞെടുത്തിരുന്നത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം MP-മാരുടെ ഇലക്ടറൽ കോളേജ് ആയിരുന്നു. അങ്ങനെ തന്നെ MLA, അങ്ങനെ തെരഞ്ഞെടുപ്പ് കം നോമിനേഷൻ അങ്ങനെയായിരുന്നു. എന്നാൽ അതിലെന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം മതവിഭാഗത്തിലെ പിന്നോക്കക്കാർക്കൊന്നും തന്നെ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുമായിരുന്നില്ല. കാരണം ഇവരൊക്കെ തന്നെ MP, MLA എന്നൊക്കെ ഉള്ള ഒക്കെ മിക്കവാറും സുന്നി ആൾക്കാരായിരിക്കും. അവർ വെൽ ടു ഡു ആൾക്കാരായിരിക്കും, പണവും സ്വാധീനവും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ പുതിയ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ ഈ തെരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയ മാറ്റിയതിനു ശേഷം എല്ലാ 11 അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യണം എന്നുള്ള വ്യവസ്ഥ ഉണ്ട്. അതില്
മുസ്ലിം മതവിഭാഗത്തിലെ എല്ലാ ഉപമത വിഭാഗങ്ങൾക്കും കഴിയുന്നത്ര പ്രാതിനിധ്യം നൽകണം എന്നുള്ള ഒരു നിബന്ധന കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സിനെ കഴിച്ചിട്ടുള്ള അംഗങ്ങളിൽ മിനിമം 2 പേരും മാക്സിമം 3 പേരും നോൺ മുസ്ലിം മെമ്പേഴ്സ് ആയിരിക്കണമെന്ന വ്യവസ്ഥയും കൊണ്ടുവരും. അതുകൂടാതെ ഈ സർക്കാരിലെ ഈ വഖഫ് വിഷയം കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പിലെ ഒരു ജോയിന്റ് സെക്രട്ടറിയെ അതിൽ എക്സ് ഒഫിഷ്യോ മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാർ കൗൺസിൽ മെമ്പർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിയമിക്കണമായിരുന്നു. എന്നാൽ പിണറായി വിജയൻ സർക്കാർ ചെയ്തത് ഈ 11 അംഗ ബോർഡില് 9 പേരെ മാത്രം നോമിനേറ്റ് ചെയ്തു. 2 വേക്കൻസി വെറുതെ ഇട്ടിരുന്നു. നോൺ മുസ്ലിം മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരുന്നില്ല. എന്നാൽ ഈ അപ്പോയിന്റ് ചെയ്യപ്പെട്ട 9 അംഗങ്ങളും സുന്നി വിഭാഗക്കാർ മാത്രമായിരുന്നു. മറ്റുള്ള വിഭാഗങ്ങൾക്ക് ഒരു പ്രാതിനിധ്യവും നൽകിയിരുന്നില്ല. അതുപോലെ തന്നെ ഈ അസംബ്ലിയെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ഒരു MLA നിയമിക്കണം. അപ്പോൾ അതിൽ അഹമ്മദ് കുട്ടി മാത്രമായിരുന്നു നിയമിച്ചത്. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം MLA അല്ലാതായി മാറി, തെരഞ്ഞെടുപ്പ് വന്നു. എന്നാലും അദ്ദേഹവും തുടർന്ന് ഈ വഖഫ് ബോർഡിൽ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ ഷോൺ ജോർജ് ആദ്യം ഒരു പരാതി കൊടുത്തു. അതിൽ ആവശ്യപ്പെട്ടത് 2 നോൺ മുസ്ലിം മെമ്പേഴ്സിനെ നിയമിക്കേണ്ടതാണ്, നിയമിച്ചിട്ടില്ല എന്നാണ്. ഈ കേസിന്റെ തുടർവാദം ബുധനാഴ്ച വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണവും ഹർജിക്കാരുടെ വാദവും പരിശോധിച്ച ശേഷമായിരിക്കും കോടതി തുടർ നടപടികൾ സ്വീകരിക്കുക. അന്തിമവിധി വരുന്നതുവരെ ഈ കേസും അതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയങ്ങളിലൊന്നായി തുടരും എന്നതിൽ സംശയമില്ല. ന്യൂസ് ക്യാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.